രക്ഷപ്പെട്ട് ജീവിക്കാൻ കഴിയണം. അള്ള തന്ന കണ്ണ് സൂക്ഷിക്കണം, കാത് സൂക്ഷിക്കണം, നാവ് സൂക്ഷിക്കണം, കൈകാലുകൾ സൂക്ഷിക്കണം, ലൈംഗികാവയവങ്ങൾ സൂക്ഷിക്കണം. ഇന്നത്തെ തലമുറ എങ്ങോട്ടാ പോകുന്നത്? അതെവിടത്തേക്കാ മുസ്ലിമേ ഈ കുതിച്ചു ചാട്ടം? ഗൾഫിന്റെ പണം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തപ്പോൾ, വീടുകളിലെ പട്ടിണിയൊക്കെ മാറിയപ്പോൾ, രാപ്പകൽ ഭേദമില്ലാതെ മുസ്ലിം ചെറുപ്പക്കാര് തൊഴിലിന് വേണ്ടി ഇറങ്ങിയപ്പോൾ, പണം കിട്ടിയപ്പോൾ, രാത്രികളിൽ ഉറക്കമിളച്ചുകൊണ്ടും കഠിനാധ്വാനം ചെയ്തുകൊണ്ട് 10,000 കയ്യിൽ വന്നപ്പോൾ, അത് നൽകിയ റബ്ബിനെ ചോദ്യം ചെയ്യാനല്ലേ മെനക്കെടുന്നത്? ആ റബ്ബിനെ ധിക്കരിക്കുകയല്ലേ ചെയ്യുന്നത്? റബ്ബ് നൽകിയ പണം കൊണ്ട് മൊബൈൽ വാങ്ങുന്നു, TV സംഘടിപ്പിക്കുന്നു, നെറ്റ് സൗകര്യമുണ്ടാക്കുന്നു, ലാപ്ടോപ്പ് വാങ്ങുന്നു, കമ്പ്യൂട്ടർ വാങ്ങുന്നു. എന്നിട്ടത് അതൊന്നും അല്ലാഹ് നിഷിദ്ധമാക്കിയ സംഗതികളല്ല. പക്ഷേ ആ അനുഗ്രഹങ്ങളൊക്കെ അത് നൽകിയ റബ്ബിന്റെ നേരെ ഏറ്റവും വലിയ ധിക്കാരം കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരികളെ, എങ്ങോട്ടാ ഈ സമുദായം കുതിച്ചു ചാടുന്നത്? 13, 14, 15 വയസ്സുള്ള പ്രായപൂർത്തിയോടടുത്ത്, പ്രായപൂർത്തിയായിട്ടധിക നാളായിട്ടില്ലാത്ത തട്ടമിട്ട മുസ്ലിം പെൺകുട്ടികളതാ കോഴിക്കോട് ജില്ലയിലതാ സെക്സ് റാക്കറ്റിന്റെ പിടിയിൽപ്പെട്ടു എന്ന് മാസങ്ങളൊന്നുമായിട്ടില്ലല്ലോ ആ വാർത്ത നമ്മൾ കേൾക്കാനും വായിക്കാനും തുടങ്ങിയിട്ട്. എന്തേ മുസ്ലിമേ ഈ സമുദായത്തിന്റെ മെമ്പർമാർ ഇങ്ങനെയായി? ഇത്ര ഉത്ബോധനം നടക്കുന്ന ഒരു മതവിഭാഗം വേറെയുണ്ടോ? എത്രയെത്ര ക്ലാസുകളാണ്, ഖുതുബകളാണ്, സംവാദങ്ങളാണ്, വാദപ്രതിവാദങ്ങളാണ്, ഖണ്ഡനങ്ങളാണ്, പ്രഭാഷണങ്ങളാണ്. പക്ഷേ അതൊന്നും കേൾക്കാൻ അവർ തയ്യാറല്ല, പഠിക്കാൻ തയ്യാറല്ല. പടച്ച റബ്ബിനെ ചോദ്യം ചെയ്യുകയാണ്. ഇൽമില്ല, വിവരമില്ല. അള്ളാനെ കുറിച്ച് ബാപ്പാക്കൊന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ബാപ്പക്കറിയണ്ടേ. ബാപ്പ പഠിച്ചിട്ടില്ല, ഖുർആൻ അറിയില്ല, ഹദീസ് അറിയില്ല. അതേ കാശിഷ്ടം പോലെ അയച്ചു കൊടുത്തു, മൊബൈൽ വാങ്ങി സംവിധാനങ്ങളായി, ഭാര്യയെ തനിച്ച് വീട്ടിലാക്കി, പെൺമക്കൾ സ്കൂളിലേക്ക് പോയി, സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് കള്ളം പറഞ്ഞു, അവധി ദിനത്തിൽ ടൂറുണ്ടെന്ന് കള്ളം പറഞ്ഞു. അതേ കാമുകന്മാരായി വരുന്ന പൂവാലന്മാരുടെ മുമ്പിലേക്ക് മുസ്ലിം പെൺകുട്ടികളെ, ഉമ്മമാരെ, നമ്മുടെ മക്കൾ, നിങ്ങൾ പ്രസവിച്ച ഈ പെൺമക്കൾ എങ്ങനെ ഈ 15കാരി, 13കാരി, 14കാരി ആത്മഹത്യ ചെയ്യുന്നു? എന്തേ തൂങ്ങി മരിക്കാൻ കാരണം? ആ പെൺകുട്ടിയുടെ നഗ്ന ശരീരം അവന്റെ കൂടെ പഠിക്കുന്നവര് ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ കൂടെ കിടപ്പറ പങ്കിടുന്നത് മൊബൈലിൽ പിടിച്ചിട്ടുണ്ട്. അത് കാണിച്ചിട്ട് ആ പെണ്ണിനോട് പറയുന്നത്, ഞാൻ വിളിച്ചയിടത്ത് സ്ഥിരം വന്നോളണം, ഞാൻ പറഞ്ഞവരുടെ കൂടെ കിടന്നോളണം, അതല്ലെങ്കിൽ ഈ ചിത്രങ്ങൾ മുഴുവനും ഞങ്ങൾ യൂട്യൂബിലിടും, വാട്സപ്പിലിടും, ഫേസ്ബുക്കിലിടും, അങ്ങനെ നിന്നെ നാറ്റിക്കും എന്ന് പറയുമ്പോ ഈ പെൺകുട്ടികൾ ഇതാ വിളിച്ചയിടത്ത് ഇറങ്ങിച്ചെല്ലുന്നു. പ്രകാശന്റെ കൂടെ, ജോസഫിന്റെ കൂടെ, മമ്മദിന്റെ കൂടെ, ബക്കറിന്റെ കൂടെ കറങ്ങുകയാണ്. ലോഡ്ജ് മുറികളിലൂടെ, ഹോട്ടലുകളിലൂടെ, ബീച്ചുകളിലൂടെ, പാർക്കുകളിലൂടെ കറങ്ങുകയാണ്. എന്നിട്ട് അവസാനം എല്ലാം നഷ്ടപ്പെട്ട് ഒരു കയറിൽ തൂങ്ങി അല്ലെങ്കിൽ വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്യുന്നു. എന്തേ ഉമ്മമാരെ ഇങ്ങനെ ആയിപ്പോയത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്ന ഒരു ആത്മഹത്യാ കുറിപ്പുണ്ട്. ഞാൻ ഇന്നലെ ഇങ്ങോട്ട് ഷാർജയിൽ നിന്ന് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോ അവിടെ വായിക്കാൻ കിട്ടിയ ഒരു മാഗസിനിലതാ നമ്മുടെ കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ നടന്ന പെരുവണ്ണാമൊഴി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്കൂളിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന 13, 14, 15 ഒക്കെ പ്രായമുള്ള പെൺകുട്ടികൾ, മുസ്ലിം പെൺകുട്ടികളതാ സെക്സ് റാക്കറ്റിന്റെ പിടിയിലകപ്പെട്ട ഇളം മാംസ വിൽപ്പനക്ക് കേരളത്തിൽ മാർക്കറ്റ് കൂടുന്നു എന്ന തലക്കെട്ടോടെ ഒരു വാർത്ത വായിച്ചപ്പോൾ ആത്മഹത്യ ചെയ്ത നമ്മെപ്പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താരാട്ട് കേട്ട് പഠിച്ച ഒരു മുസ്ലിം പെൺകുട്ടി ആത്മഹത്യയുടെ
നേരത്തെ എഴുതി വച്ചിരിക്കുന്ന കുറിപ്പ് കാണണോ? എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ. മനസ്സുണ്ടായിട്ടല്ല ഞാൻ ഈ പണി ചെയ്യുന്നത്, മനസ്സുണ്ടായിട്ടല്ല. എനിക്ക് ദുആ ചെയ്യണേ, എനിക്ക് ഖബർ ശിക്ഷയില്ലാതാകാൻ നിങ്ങൾ ദുആ ചെയ്യണേ എന്ന് ആത്മഹത്യാ കുറിപ്പ് പൊന്നുമോള് എഴുതി വെച്ചു. ആരാ ഇതിന് കാരണക്കാരായത്? എന്തേ ഇങ്ങനെ ആയത്? അങ്ങനെ ഒരു ആത്മഹത്യാ കുറിപ്പെഴുതാൻ എന്തേ സഹോദരന്മാരെ നിമിത്തമായത്? നമ്മൾ ആലോചിച്ചു നോക്കണം. ഈ പെണ്ണിന്റെ നഗ്നമേനി എങ്ങനെ ഈ കാമുകന്റെ കയ്യിൽ കിട്ടി? ഇവൾ കിടന്നു കൊടുത്തതല്ലേ? ഇവൾ അവളുടെ മാറ് കാണിച്ച് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തതല്ലേ? അടിവയറ് കാണിച്ച് പോസ്റ്റ് ചെയ്തതല്ലേ? ശരീരം തുറന്നിട്ടുകൊണ്ട് അന്യ ആൺകുട്ടികൾക്ക് പോസ്റ്റ് ചെയ്തിട്ടല്ലേ ആ ഫോട്ടോ ഈ കാബാലികന്മാരുടെ കയ്യിൽ കിട്ടിയത്? വെറുതെ കിട്ടിയതല്ലല്ലോ, നിന്നുകൊടുത്തതല്ലേ നമ്മുടെ പൊന്നുമോള്, നിന്നുകൊടുത്തതല്ലേ നമ്മുടെ പൊന്നുമക്കൾ. എന്തേ ഈ കുട്ടികൾ ഇങ്ങനെയായത്? അതാ ഉമ്മമാരെ പഠിച്ചു വെച്ചോ. അള്ള പറഞ്ഞിട്ടുണ്ട്, മക്കൾക്ക് കൊടുക്കേണ്ട വിദ്യാഭ്യാസം അത് വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നത് കൊണ്ട് തീരുന്നില്ല, ഭക്ഷണം കൊണ്ട് തീരുന്നില്ല. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കാത്തുകൊള്ളണേ, വാഹിലീക്കും, നിങ്ങളുടെ കുടുംബത്തിന്റെ ശരീരത്തെയും കാത്തുകൊള്ളണേ, നാറാ, നരകത്തിയിൽ നിന്ന് കാത്തുകൊള്ളണേ, വഖൂദുഹന്നാസ്, അതിൽ കത്തിക്കുന്ന വിറകുകൾ മനുഷ്യരും കല്ലുകളുമാണ് കേട്ടോ. അത് പരലോകത്തെത്തിയിട്ടല്ല വേണ്ടത് ചെയ്യേണ്ടത്, നരകം കാണുന്ന നേരത്ത് ചെയ്യാനുള്ള കൽപ്പനയല്ല, ദുനിയാവിൽ എത്തി ചെയ്യണേ. ഈ മോൾക്കത് പറഞ്ഞു കൊടുക്കാൻ ഉമ്മാ നേരമുണ്ടായില്ല അല്ലേ? ഉപ്പാ നിങ്ങൾക്ക് നേരമുണ്ടായില്ല അല്ലേ? എന്നാലോ ചോദിച്ചതൊക്കെ വാങ്ങിക്കൊടുത്തു. ഫോൺ കൊടുത്തു, നെറ്റ് കൊടുത്തു, ലാപ്ടോപ്പ് കൊടുത്തു, സൗകര്യങ്ങളൊക്കെ കൊടുത്തു, ഇഷ്ടം പോലെ പണം കൊടുത്തു, ഇറുകിയ ചുരിദാറും ഡ്രസ്സുമൊക്കെ വാങ്ങിക്കൊടുത്തു, മാംസള ഭാഗങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുത്തു. അതേ, പാതിരാത്രി കഴിഞ്ഞിട്ടും തലയണക്കിടയിൽ നിന്ന് നേരം വെളുക്കുവോളം ഒരു പെൺകുട്ടി ഇങ്ങനെ പിറുപിറുക്കുന്നത് കേട്ട രക്ഷിതാവ് അതേ തെറ്റിദ്ധരിക്കുകയാണ്, പെണ്ണിനെന്തോ കൂടിയിരിക്കുകയാണെന്ന് വിചാരിച്ച്. പക്ഷേ നോക്കുമ്പോ പുതപ്പിനടിയിൽ കിടന്ന് പെണ്ണ് പിറുപിറുക്കുകയല്ല, ഉമ്മയുടെ കണ്ണ് വെട്ടിച്ച്, ഉപ്പയുടെ കണ്ണ് വെട്ടിച്ച്, ആ ഉപ്പ വാങ്ങിക്കൊടുത്ത മൊബൈലിൽ നേരം പുലരുവോളം അന്യാണുങ്ങളോട് കൊഞ്ചിക്കുഴയുന്ന പെണ്ണേ. ആരാണിതിന് ഉത്തരവാദി? ഇന്നൊരുത്തന്റെ മോളാണെങ്കിൽ നാളെ ആ സ്ഥാനത്ത് നമ്മളുടെയൊക്കെ മക്കളാണ് പോകുന്നതെങ്കിലോ? പൊന്നുമക്കളെ, രക്ഷിതാക്കളെ, പടച്ചറപ്പിന്റെ ദീന് പഠിപ്പിച്ചോ. സ്കൂളുകളിലേക്ക് മാത്രം വിട്ടാൽ പോരാ, കോളേജുകളിലേക്ക് മാത്രം വിട്ടാൽ പോരാ. നിങ്ങൾക്കറിയാമോ, എഞ്ചിനീയറിംഗ് കോളേജുകളിൽ, മെഡിക്കൽ കോളേജുകളിലൊക്കെ ഇന്ന് താടി നീട്ടിയ ചെറുപ്പക്കാരെ കാണുന്നില്ലേ? ഗരിയാണിക്ക് മുകളിൽ പാന്റ് കഴിച്ച് ഉടുക്കുന്ന കുട്ടികളെ കാണുന്നില്ലേ? പർദ്ദ ധരിച്ച അതേ ശരീരത്തിലതാ മുഖവും മുൻകൈയും ഒഴികെയുള്ള ബാക്കി ഭാഗങ്ങളൊക്കെ അതേ കൃത്യമായി മറച്ചുകൊണ്ട് ഇസ്ലാമികമായ കാര്യങ്ങളെ സംബന്ധിച്ച് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മക്കളെ കാണുന്നില്ലേ? അതേ, ഇസ്ലാമികമായി അവരുടേതായ തഖ്വകൾ വർദ്ധിച്ച്, ഇൽമു വർദ്ധിച്ച് അവർക്കങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമോ, ഈ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റിന്റെ കീഴിൽ പ്രോഫ്കോൺ എന്ന് പറഞ്ഞുകൊണ്ട് പ്രൊഫഷണൽ സ്റ്റുഡൻസിന് വേണ്ടി പ്രത്യേകം നടത്തുന്ന, അവരെ പ്രത്യേകം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന അത്തരത്തിലുള്ള സംവിധാനങ്ങളിലൂടെ വർഷങ്ങളോളം ആ സംവിധാനങ്ങളിലൂടെ എത്രയെത്ര മക്കൾ നന്നായി. അതേ, ഈ വരുന്ന ഫെബ്രുവരി 7, 8, 9 തീയതികളിൽ പത്തനംതിട്ടയിൽ എത്ര നടക്കാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ പരിചയത്തിലുള്ള അത്തരത്തിലുള്ള സ്റ്റുഡൻസുകൾ ഉണ്ടെങ്കിൽ, വിദ്യാർത്ഥികളുണ്ടെങ്കിൽ, വിദ്യാർത്ഥിനികളുണ്ടെങ്കിൽ അങ്ങോട്ട് പറഞ്ഞേക്കാൻ മറക്കരുതേ എന്ന് ഈ അവസരത്തിൽ ഉണർത്തുകയാണ്. അത് മാത്രമല്ല, ഹൈസെക് എന്ന് പറയുന്ന സംവിധാനം ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, അതുപോലെ തന്നെ ഇളം തലമുറക്ക് വേണ്ടി, അങ്ങനെ ഓരോരുത്തരെയും ലക്ഷ്യം വെച്ചുകൊണ്ട് അവർക്കൊക്കെ ദീന് പകർന്നു കൊടുക്കാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതേ സലഫി പ്രസ്ഥാനം പ്രവർത്തിക്കുമ്പോൾ അവയോടൊക്കെ പുറംതിരിഞ്ഞ് നിന്നിട്ട് അതൊന്നും ഞങ്ങൾക്ക് പറഞ്ഞതല്ലെന്ന നിലക്ക് കുട്ടികളെ അങ്ങ് കയറൂരി വിട്ടാൽ ഇതുപോലെയുള്ള ദുരന്തങ്ങൾക്ക് പഞ്ഞമുണ്ടാവില്ലെന്ന് ഞാൻ എന്റെ സഹോദരന്മാരെ അല്ലാഹുവിന്റെ ദീനോർത്തുകൊണ്ട് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു.
അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, മരിച്ചു പോകണം എന്ന ചിന്തയില്ലല്ലോ, ആ ബോധമില്ലല്ലോ. ആരോടാ സംസാരിക്കേണ്ടത്? ഒരന്യ ആണിനോട് സംസാരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഒരാൺകുട്ടിയോടുള്ള എന്റെ ഇടപഴക്കത്തിന്റെ പരിധി എത്രയാണ്? അതൊക്കെ ഇസ്ലാമിലില്ലേ? ഇസ്ലാം കൃത്യമായി പറഞ്ഞിട്ടില്ലേ? അതൊക്കെ മാനിക്കാതെയല്ലേ ഈ പോകുന്നത്? അതുകൊണ്ട് അപകടങ്ങൾ വരുന്നതിന്റെ മുമ്പ് വേണ്ട രൂപത്തിലുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചോളണം. ആ മുൻകരുതലുകൾ നമ്മൾ വീട്ടിൽ വിരിച്ചു വെളുത്തിയിട്ട് അടിച്ചതുകൊണ്ട് കാര്യമില്ല, റൂമിൽ കെട്ടിയിട്ടതുകൊണ്ട് കാര്യമില്ല, അതുകൊണ്ടൊന്നും ഫലമില്ല. നിങ്ങൾ മരിച്ചാലും നിങ്ങൾ ഉറങ്ങിയാലും ഉറങ്ങാത്ത കണ്ണുണ്ടെനിക്ക്, കാണുന്ന കണ്ണുണ്ടെനിക്ക്, മരിക്കാത്ത കണ്ണുകളുണ്ടെനിക്ക് എന്ന് പേടിക്കുന്ന അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. എന്റെ ഉമ്മയും ഉപ്പയും കൂട്ടുകാരുമൊക്കെ ഉറങ്ങും, എന്റെ റബ്ബ് ഉറങ്ങൂല. എല്ലാവർക്കും ക്ഷീണം തോന്നിയിട്ട് മയങ്ങും, എന്റെ റബ്ബിന് മയക്കമില്ല. അവൻ എന്നെ എപ്പോഴും കാണുന്നുണ്ട്, രാത്രിയും പകലും വ്യത്യാസമില്ലാതെ. അതേ, ഞാൻ നേരത്തെ നിങ്ങളെ കേൾപ്പിച്ചില്ലേ, ഇന്നഹു യഅലമു സിർറ വഅഖ്ഫാ. സർവനിഗൂഢമായ കാര്യങ്ങളും രഹസ്യങ്ങളും ഒരുപോലെ റബ്ബറിയുന്നുണ്ടെന്ന ബോധം ഏത് മക്കൾക്ക് വരുന്നുവോ, ഏത് മുസ്ലിമിന് വരുന്നുവോ, ഏത് മനുഷ്യന് വരുന്നുവോ, അതാണവൻ നന്നാകാനുള്ള ഏകമാർഗം. അല്ലാത്തത് കൊണ്ടൊന്നും കാര്യമില്ല, പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല, അടിച്ചിട്ടൊന്നും കാര്യമില്ല, വീട്ടിൽ തടങ്കലിൽ വെച്ചിട്ടൊന്നും കാര്യമില്ല. കൊണ്ടുപോകാനൊക്കെയുള്ള സംവിധാനങ്ങൾ ഇന്ന് രാജ്യത്തെമ്പാടും ഉണ്ട്, കാവൽ കൊടുക്കുന്ന, പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന നിയമങ്ങളുണ്ട്. അതുകൊണ്ടൊന്നും പ്രയോജനമില്ല. അള്ളാഹിനെ കുറിച്ച് പഠിപ്പിക്കണം, പരലോകത്തെക്കുറിച്ച് പഠിപ്പിക്കണം. ആ ബോധം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണം. അങ്ങനെ അശ്ലീലതകളിൽ നിന്നും തോന്നിവാസങ്ങളിൽ നിന്നും മുക്തമായ ഒരു വീടാകണം. ഈ വീട്ടിലാണ് ഉമ്മ ചോറ് കൊടുക്കുമ്പോ കുട്ടി ചോറ് തിന്നാൻ വേണ്ടി സിനിമയിട്ടിട്ടുമ്മ കാണുകയല്ലേ? അതേ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുമ്പോ കുട്ടി നല്ലോണം ഭക്ഷണം കഴിക്കുന്നുണ്ട്. എന്താ? TV തുറന്നു വെച്ചാ മോള് നല്ലോണം ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇളം പ്രായത്തിലെ കുട്ടി കാണുന്നത് ഉമ്മയെപ്പോലെയുള്ള മറ്റൊരു ഉമ്മ. ഡ്രസ്സില്ലാത്ത കോലത്തിൽ പെൺകുട്ടി കാണുന്നുണ്ട്, ആൺകുട്ടി കാണുന്നുണ്ട്. വളരുന്ന തലമുറയതാ അശ്ലീലമായ തുണി ഉരിഞ്ഞ മാറ് കാണിക്കുന്ന രംഗങ്ങൾ ഉമ്മ ചെറുപ്പത്തിൽ ചോറ് കൊടുക്കുമ്പോ, പാല് കൊടുക്കുമ്പോ മുതൽ കാണിച്ചു കൊടുക്കാൻ തുടങ്ങിയതാണ്. ആ പതിവ് പിന്നെയും നിന്നില്ല. ഉമ്മയും ഉപ്പയും ഒരുമിച്ച് കുട്ടികളോടൊപ്പം ഇരുന്ന് ഈ ഡാൻസ് കണ്ടു, ആട്ടം കണ്ടു, പാട്ട് കണ്ടു. അതേ സ്വകാര്യ നിമിഷത്തിൽ മാത്രം പങ്കിടുന്ന കാര്യങ്ങൾ പോലും ഇളം തലമുറയിലെ മക്കളതാ വാട്സപ്പിലൂടെ, മെസ്സേജുകളിലൂടെ പരത്തുകയാണ്. സ്കൂളുകളിൽ അത് ചൂടപ്പം പോലെ വിറ്റഴിയുകയാണ്. അധ്യാപകൻ ക്ലാസ് എടുക്കുമ്പോൾ ഡെസ്കിന്റെ അടിയിൽ വെച്ച് സ്വകാര്യമായി രംഗങ്ങൾ കാണുകയാണ്. ചോക്കെടുക്കാൻ അധ്യാപിക ടീച്ചർ കുനിഞ്ഞാൽ പോലും ഫോട്ടോ എടുത്ത് യൂട്യൂബിലിടുകയാണ്. എന്തൊരു ലോകമാണ് സഹോദരാ, എന്തൊരു ലോകമാണ് സഹോദരി! എത്ര നശിച്ചുപോയി! മദ്യത്തിനടിമകളാവുകയാണ്, മയക്കുമരുന്നിനടിമകളാവുകയാണ്, എല്ലാത്തിന്റെയും വക്താക്കളായി മാറുകയാണ്. ഇതിൽ നിന്നെല്ലാം ഇഷ്ടം പോലെ പൈസയും കിട്ടുകയാണ്. എല്ലാ നല്ല ജീവിതവും വാഗ്ദാനം ചെയ്തുകൊണ്ടാ പലരും പോകുന്നത്. പല ടെലിഫോൺ കമ്പനിക്കാരും രാത്രി 12 മണി മുതൽ രാവിലെ 5 മണി വരെ കോൾ ഫ്രീ ആക്കിയിരിക്കുകയാണ്. ആർക്ക് വേണ്ടിയായി ഫോൺ കോൾ ക്ലീനാക്കി ഈ സൗജന്യം വെച്ചിരിക്കുന്നത്? ഹറാമ് ചെയ്യണല്ലേ, അതിനു വേണ്ടിയല്ലേ, അതിലല്ലേ ആളുകൾ കുടുങ്ങിപ്പോകുന്നത്. അതുകൊണ്ടൊരു കണ്ണ് വേണം, നല്ലവരായിരം കണ്ണ് വേണം, തഖ്വയുടെ കണ്ണ് വേണം. നെറ്റും ലാപ്ടോപ്പും ഒക്കെ തുറക്കുമ്പോ ഈമാനാകുന്ന പാസ്വേഡ് ഇല്ലാതെ ബിസ്മി ചൊല്ലി തുറക്കാൻ പറ്റാത്ത ഒരു സൈറ്റിലേക്കും ഞാൻ പോകില്ല. അത് ഉപയോഗിക്കുന്ന എല്ലാവരും, പ്രായമുള്ളവരും അല്ലാത്തവരുമൊക്കെ ആ ഒരു തീരുമാനമെടുത്തിട്ടില്ലെങ്കിൽ അപകടമാണ്. അങ്ങനെ എല്ലാ നിലക്കും കണ്ണിനെയും കാതിനെയും നാവിനെയും ലൈംഗികാവയവത്തെയും കാത്തുസൂക്ഷിച്ച് അള്ള പറഞ്ഞ വിശ്വാസങ്ങളിൽ വിശ്വസിച്ച് അവിടുന്ന് നിർബന്ധമായി ചെയ്യാൻ പറഞ്ഞതൊക്കെ ചെയ്ത് ഹറാമുകളിൽ നിന്നെല്ലാം വിട്ടുനിന്ന് സുന്നത്തുകളൊക്കെ കഴിയുന്നത്ര വർദ്ധിപ്പിച്ച് അള്ളാഹുവിലേക്ക് അടുത്താൽ അവരാണ് വലിയുകൾ. അവർക്കാണ് പേടിയില്ല, സങ്കടമില്ല എന്നൊക്കെ അള്ള പറയുന്നു. ആ പദവിയിലേക്ക് നമ്മൾ ഉണരുകയാണ് സഹോദരന്മാരെ വേണ്ടത്.
ആ മാർഗത്തിലേക്ക് പോവുകയാണ് നമ്മൾ വേണ്ടത്. അതാണ് ശരിക്കുള്ള വിലായത്ത്, അല്ലാഹുവിലേക്ക് അടുപ്പം കിട്ടാനുള്ള മാർഗം. അത് നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം. വീടുകളിൽ ഖുർആനോത്തുണ്ടാവണം. പണ്ടൊക്കെ ഖുർആനോതാഞ്ഞാൽ ചോറ് കൊടുക്കാത്ത വീടുകളുണ്ടായിരുന്നു. കൂട്ടത്തിൽ അന്ന് മാലയും മൗലിദും ചൊല്ലിയാലല്ലാതെ ചോറ് കൊടുക്കാത്തവരുമുണ്ടായിരുന്നു. പക്ഷേ മാലയും മൗലീദും അത് ശിർക്കാണെന്നോ തെറ്റാണെന്നോ അറിയാത്തവര് കാലം, അതൊന്നും തെറ്റില്ലെന്ന് വിശ്വസിച്ചവര് കാലം, തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോഴും അത് ചെയ്യുന്നവരുമുണ്ട്. പക്ഷേ മുസ്ലിമേ, അതൊന്നുമല്ലല്ലോ നമ്മുടെ വീടിന്റെ സുരക്ഷിതത്വം. ഈ വീട്ടിൽ ഖുർആൻ ഓതിക്കോ. ഖുർആനിന്റെ ശബ്ദം കേൾക്കാത്ത ഒരു ദിവസം നിന്റെ വീട്ടിൽ കഴിഞ്ഞു പോകല്ല, നിന്റെ കൽബിൽ കഴിഞ്ഞു പോകല്ല. ഖുർആനിന്റെ ശബ്ദം ഇങ്ങനെ കേൾക്കണം. അതേ, നീ ഖുർആൻ ഓതുമ്പോ വീട്ടിൽ സമാധാനമാണ്, അവിടെയുള്ള അംഗങ്ങൾക്കിടയിൽ സ്നേഹം കൂടുകയാണ്, ഭാര്യയും ഭർത്താവും തമ്മിലതാ അകലം കുറയുകയാണ്, അടുപ്പം കൂടുകയാണ്. അതുപോലെ തന്നെ മാതാപിതാക്കളും മക്കളും തമ്മിൽ സ്നേഹമുണ്ട്. ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ വേണ്ടേ? ഖബറിന്റെ അടുക്കൽ വന്നുകൊണ്ടും അല്ലാതെയുമൊക്കെ എന്റെ ഉമ്മാക്ക് പൊറുക്കണേ, എന്റെ ഉപ്പയോട് പൊറുക്കണേ അല്ലാ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഖബറിന്റെ സമീപത്ത് വന്നുകൊണ്ടോ അവരുടെ നിസ്കാര ശേഷമോ അല്ലാതെയോ ഒക്കെ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ റബ്ബിഗ്ഫിർ ലീ വലിവാലിദയ്യ, റബ്ബേ എന്റെ ബാപ്പയുടെ ഖബർ, എന്റെ ഉമ്മയുടെ ഖബർ വിശാലമാക്കണേ, പ്രകാശം ചൊരിയണേ എന്ന് തേടുന്ന മക്കൾ വേണ്ടേ? അതോ നമ്മുടെ ഖബർസ്ഥാനിന്റെ മുമ്പിലൂടെ പോകുമ്പോഴും കുടിച്ച ചാരായത്തിന്റെ മദ്യത്തിന്റെ ബോട്ടിൽ പള്ളിപ്പറമ്പിലേക്ക് വലിച്ചെറിയുന്ന മകള് വേണോ, മകൻ വേണോ? തീരുമാനിച്ചോളണം നമ്മുടെ ദുനിയാവിൽ വെച്ച് തന്നെ. അതുകൊണ്ടേ നമുക്ക് രക്ഷയുള്ളൂ. വലതുൻ സാലിഹുൻ യദുഉ ലഹു, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു മകനെ ബാക്കിയാക്കി, ഒരു മകളെ ബാക്കിയാക്കി മരിക്കാൻ സാധിച്ചാൽ അല്ലാഹു നമുക്കതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. അതെ, നമുക്ക് വേണ്ടി നമ്മുടെ മക്കൾ ദുആ ചെയ്യണമെങ്കിൽ നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയ നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടോ, എനിക്കുണ്ടോ, നമുക്കുണ്ടോ? എങ്കിൽ വരും തലമുറ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. ആ നിലക്ക് പ്രിയമുള്ളവരെ, ആ സമ്പാദ്യമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. എന്നാൽ ആ നിലക്കുള്ള രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ് വലിയുകൾ. അവർക്ക്